വാൻസേഴ്സിന് നമസ്കാരം. ഇന്ന് നവംബർ 1 ദൈവത്തിന്റെ സ്വന്തം നാടായ നമ്മുടെ കൊച്ചു കേരളത്തിന്റെ പിറന്നാളാണ്. ആദ്യം തന്നെ ആ മലയാള മണ്ണിന് 1000 ജന്മദിനാശംസകൾ നേരുന്നു. കേരള സംസ്ഥാനം രൂപീകൃതമായതിന്റെ ഓർമ്മയ്ക്കാണ് നാം കേരളപ്പിറവി ആഘോഷിക്കുന്നത്. ഇതേ ദിവസം തന്നെയാണ് മലയാള ഭാഷാ ദിനവും നാം ആചരിക്കുന്നത്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച 9 വർഷങ്ങൾക്ക് ശേഷമാണ് കേരള സംസ്ഥാനം രൂപീകരിക്കപ്പെടുന്നത്. പരശുരാമൻ മഴുവെറിഞ്ഞ് അറബിക്കടലിൽ വീണ സ്ഥലം കേരളമായി മാറി എന്നാണ് ഐതിഹ്യം. ദൈവത്തിന്റെ സ്വന്തം നാടെന്നാണ് കേരളത്തെ വിശേഷിപ്പിക്കുന്നത്. കേരളം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ഓടിവരുന്നത് പച്ചപ്പ് നിറഞ്ഞ പാടങ്ങളും വെള്ളച്ചാട്ടങ്ങളും തലയുയർത്തി നിൽക്കുന്ന തെങ്ങിൻ തോപ്പുകളുമാണ്. കേരളവർഷങ്ങളായി സമ്പന്നമായതാണ് നമ്മുടെ കേരളം. നാനാജാതി മധ്യസ്ഥർ ഒരുമയോടെ ഐക്യത്തോടെ കൂടി കഴിയുന്ന നാടാണ് കേരളം. സുഗന്ധവ്യഞ്ജനങ്ങളുടെ നാട് എന്ന പേരിലും കേരളം പ്രസിദ്ധമാണ്. ടൂറിസത്തെ വ്യവസായം അംഗീകരിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനവും കേരളം തന്നെയാണ്. പ്രകൃതി രമണീയമായ കേരളത്തിന്റെ ഭംഗി വിദേശീയരെ ആകർഷിക്കുന്നതാണ്. വർഷം തോറും അനേക സഞ്ചാരികൾ കേരളത്തിന്റെ ഭംഗി ആസ്വദിക്കാൻ വേണ്ടി കേരളത്തിൽ എത്തിച്ചേരുന്നു. വിദ്യാഭ്യാസം, ആരോഗ്യം തുടങ്ങിയ മേഖലകളിൽ കേരളം ഭാരതത്തിലെ മറ്റ് സംസ്ഥാനങ്ങൾക്ക് മാതൃകയാണ്. നാടിൻ നന്മകളിൽ അഭിമാനിക്കാനും നല്ല നാളെക്കുറിച്ച് ചിന്തിക്കാനുമുള്ള ദിനം കൂടിയാണ് നവംബർ 1. ഓരോ മലയാളിക്കും അഭിമാനത്തിന്റെയും സന്തോഷത്തിന്റെയും ദിനം. നമുക്ക് സ്നേഹിക്കാം നമ്മുടെ നാടിനെ, മറക്കാതിരിക്കാം മലയാള ഭാഷയെ. മലയാളിയെ ജനിച്ചത് നമുക്കും അഭിമാനിക്കാം. ഒരുമയോടെ ഓരോ മനസ്സോടെ കേരളത്തിന്റെ പുരോഗതിക്കായി നമുക്ക് കൈകോർക്കാം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി എന്റെ ഹൃദയം നിറഞ്ഞ കേരളപ്പിറവി ആശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം.